പാലക്കാട് കോട്ടമൈതാനത്തെ ബാസ്കറ്റ്ബോൾ കോർട്ടിന് ഭീഷണിയെന്ന് പരാതി. ചെറിയ കോട്ടമൈതാനത്തെ കളിക്കളത്തിന് ഭീഷണിയാകുന്നത് എക്സിബിഷനുകളും പൊതുപരിപാടികളും. കായിക പ്രേമികൾക്ക് നിരാശ. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ബാസ്കറ്റ്ബോൾ കോർട്ടാണ് പാലക്കാട് ചെറിയ കോട്ട മൈതാനത്തേത്. ജില്ലയിലെ ഏക ഓപ്പൺ ബാസ്കറ്റ്ബോൾ കോർട്ടുമാണിത്. എന്നാൽ ഇന്ന് ഇതിനു നേരെ ഭീഷണി ഉയർത്തുന്നത് സ്ഥലത്ത് നടത്തുന്ന വിവിധ പൊതുപരിപാടികളും വിപണന മേളകളുമാണ്. ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന എക്സിബിഷനിൽ സപ്ലൈകോയുടെയും കുടുംബശ്രീയുടെയും സ്റ്റാളുകളാണ് കോർട്ടിലൊരുക്കുന്നത്. 10,000-കണക്കിന് രൂപ ചെലവഴിച്ചാണ് കോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നഗരത്തിലെ നിരവധി കായിക താരങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളുമാണ് ഇവിടെ നിത്യവും കളിക്കാനെത്തുന്നത്. മോയൻ സ്കൂളിലെയും മിഷൻ സ്കൂളിലെയും കായിക പ്രതിഭകളുടെ ഏക ആശ്രയമാണ് ഈ ബാസ്കറ്റ്ബോൾ കോർട്ട്. സ്വന്തമായി പണം പിരിച്ചെടുത്താണ് ഫോർട്ട് സ്റ്റാർസ് എന്ന സംഘടനയിലെ അംഗങ്ങൾ കോർട്ട് സിമന്റ് തറയൊരുക്കിയത്. ഇതാണിപ്പോൾ നാശത്തിലേക്ക് നീങ്ങുന്നത്. സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് കായികമേളകൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഈ ദുരിതസ്ഥിതിയെന്ന് സംഘാടകരായ അഭിജിത്ത് മേനോൻ അടക്കമുള്ളവർ പറയുന്നു. അതെ, നമ്മളിവിടെ ഒരു ഫോർട്ട് സ്റ്റാർസ് എന്ന് പറഞ്ഞ ക്ലബ്ബാണ്. നമ്മൾ 2011 സ്റ്റാർട്ട് ചെയ്ത ക്ലബ്ബാണ്. ഞാൻ തന്നെ ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവിടെ കളിക്കുന്നതാണ്. പക്ഷേ അടുത്ത 45 ദിവസം ഞങ്ങളിവിടെ കളിക്കാൻ പാടില്ല എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഓണം ഫെസ്റ്റ് പറഞ്ഞിട്ട് ഇവർ മുനിസിപ്പാലിറ്റിയും പിന്നെ മറ്റ് സംഘടനകളും കൂടി ചേർന്നിട്ട് ഓണം ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്യാൻ പോകണം. മൊത്തം മൈതാനം എടുത്ത് ചെയ്യുന്നതിൽ എക്സിബിഷൻ, അതെ ഒരു എക്സിബിഷൻ പോലെ വരാൻ പോകണം. അതിനവർ ഈ ബാസ്കറ്റ്ബോൾ കോർട്ട് അടക്കം കവർ ചെയ്തെടുത്തിട്ട് ചെയ്യാൻ പോകണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങളിപ്പോൾ ഇന്നലെ വരുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം കണ്ടത്, ഇത് വന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ പണിക്കാരോട് എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കിയ സമയത്ത് അവർ പറഞ്ഞു അടുത്ത 45 ദിവസത്തിന് വേണ്ടി ഇത് റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, നമുക്കിവിടെ ഇനി കളിക്കാൻ പറ്റില്ല. ഇന്നോ നാളെയായിട്ട് ഇവിടെ മേജർ സാധനങ്ങൾ വന്നിറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ളത്, ഇത് മുമ്പും വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മുടെ പരാതികൾ മുനിസിപ്പാലിറ്റിയിലും അവിടെ ഇവിടെ എല്ലാം കൊടുത്തതാണ്. ഈവൻ ഇന്നലെ പോലും നമ്മൾ ഇതിനനുസരിച്ച് സംസാരിക്കാൻ നോക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ അവരൊത്തിരി പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ സ്പേസ് അടക്കമാണ് പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ഏതൊരു മാനേജ്മെൻറ്റ് ഏതൊരു ഫെസ്റ്റ് ആണെച്ചാലും അവർ ഇവിടെ പൈസ കൊടുത്തിട്ട് ചെയ്തിട്ട് അവർക്കിതൊരു ബിസിനസ് മോഡ്യൂളിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. ഇപ്പോൾ അതെ, നഗരസഭയ്ക്ക് പൈസ കൊടുത്തിട്ടാണ് ഇവിടെ പെർമിഷൻ എടുക്കുക. അതിലൊന്നും നമുക്ക് വിരോധമില്ല. നമുക്ക് ആകെ ഈ കോർട്ട് മാത്രം ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം അവർ ചെയ്തോട്ടെ. ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ കളിക്കുന്നതാണ്. നമ്മൾ കാണാറില്ലാണ് ഓണച്ചന്ത അല്ലെങ്കിൽ കുടുംബശ്രീയുടെ സ്റ്റോൾ, ഇതൊക്കെ നമ്മൾ കണ്ട. പക്ഷേ ആരും ഇങ്ങനെ കോർട്ടിൽ ചെയ്തിട്ടില്ല. കോർട്ടിനകത്ത് നമ്മുടെ കളിക്കാനുള്ള ഇതോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്കിപ്പോൾ വെക്കേഷനാണ് വരുന്നത്. ഞാനടക്കം നമ്മളൊക്കെ വർക്കിംഗ് പ്രൊഫഷണൽസാണ്. ഒരു സാറ്റർഡേ ഈവനിങ് അല്ലെങ്കിൽ ഒരു സൺഡേ ഈവനിങ് ആണ് നമ്മൾ കളിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു അവസരം നിഷേധിച്ചുകൊണ്ട് ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം കുട്ടികളടക്കം ഇപ്പോൾ ഓണം വെക്കേഷനാണ് മേജർ കുട്ടികൾ കളിക്കാൻ വരുന്നത്. കാരണം അത് കഴിഞ്ഞ ഉടനെ അവർക്ക് സ്കൂൾസ് ടൂർണമെൻറ്റാണ്. ഇപ്പോൾ മോയിൻസ് ഗേൾസ് ഹൈസ്കൂൾ, അടുത്ത ലയൺസ് സ്കൂള്, മിഷനറി സ്കൂളിലെ കുട്ടികളൊക്കെ ഇവിടെ നമ്മുടെ ക്ലബിൻ്റെ കീഴിൽ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ക്ലബ്ബ് അല്ലാതെ മറ്റ് ക്ലബ്ബിലെ കുട്ടികൾ ഓപ്പൺ കോർട്ട് ആയതുകൊണ്ട് കളിക്കാൻ വരണം. ഇത് ഈ ജില്ലയിലെ ആദ്യത്തെ പബ്ലിക് കോർട്ടാണ്, ഏറ്റവും പഴയ കോർട്ടാണ്. ഇതുപോലത്തെ ഒരു ഓപ്പൺ കോർട്ട് എവിടെയുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇവർ ഇങ്ങനെ തീരുമാനിച്ച് ഇവിടെ അടച്ചുമൂടി കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത 45 ദിവസം കളിക്കാൻ സ്ഥലമില്ല. കാരണം നമ്മൾ പബ്ലിക്കായിട്ടുള്ള ആൾക്കാരും സീനിയേഴ്സ് ആയതുകൊണ്ട് നമുക്കൊരു സ്കൂളിലൊന്നും റാൻഡമായിട്ട് പോയിട്ട് അങ്ങനെ കയറി കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രീഡത്തിലേക്കുള്ള ഒരു ഇൻട്രൂഷൻ പോലെ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സെൻസിബിളായിട്ടുള്ള സിവിക് സെൻസുള്ള ആൾക്കാരാണെങ്കിൽ അവരത് ചെയ്യില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉന്നതത്തിൽപ്പെട്ട ഇപ്പോൾ ഇൻക്ലൂഡിങ് സ്പോർട്സ് മിനിസ്റ്റർ, ഇതൊരു റിക്വസ്റ്റ് പോലെയാണ് നമ്മൾ. കാരണം പല രീതിയിൽ റിട്ടേൺ പേപ്പേഴ്സൊക്കെ പല സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനം ഓണം പ്രദർശനത്തിനായി ക്യാൻറ്റീനും മറ്റുമാണ് കോർട്ടിലെ സിമന്റ് തറ ഉപയോഗിക്കുന്നത്. ഇത് കേടുവരാതെ സൂക്ഷിക്കണമെന്നാണ് കായിക പ്രേമികളുടെ ആവശ്യം. നഗരസഭാ അധികൃതരെ വിവരം ധരിപ്പിച്ചതായും നടപടി പ്രതീക്ഷിക്കുന്നതായും അഭിജിത്ത് മേനോൻ UTVയോട് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.